സമൂഹത്തിന്റെ നന്മയെ ലക്ഷ്യം വെച്ച് അജപാലകർ നൽകുന്ന മുന്നറിയിപ്പുകളെ ദുരുദ്ദേശപരമായി വ്യാഖ്യാനിച്ചും പർവ്വതീകരിച്ചും മതമൈത്രിയെയും ആരോഗ്യകരമായ സഹവർത്തിത്വത്തെയും ദുർബലപ്പെടുത്തുന്ന ശൈലികളെ ഒറ്റക്കെട്ടായി നിരാകരിക്കുന്നതായും സഭകൾ തമ്മിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമങ്ങളെ തള്ളിക്കളയുന്നതായും കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഇന്ന് നടന്ന KCBC പ്രത്യേക സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് KCBC ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മതസൗഹാർദ്ദത്തിനു വേണ്ടിയും സാമൂഹിക തിന്മകൾക്കെതിരായും പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കും എന്ന തലക്കെട്ടോടെയാണ് പ്രസ്താവന ആരംഭിക്കുന്നത്. പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനും സാംസ്കാരിക ഉന്നമനത്തിനും വേണ്ടി വിദ്യാഭ്യാസ കാരുണ്യ ശുശ്രൂഷകളിലൂടെയും സാമൂഹിക സമത്വത്തിനു വേണ്ടിയുള്ള ഉദ്യമങ്ങളിലൂടെയും വിലയേറിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ് കേരള കത്തോലിക്ക സഭ. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് അവർക്ക് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് എന്ന ക്രിസ്തുവിന്റെ തിരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന്റെ സമൃദ്ധമായ ജീവനെ ലക്ഷ്യം വെച്ച് അജപാലകർ നൽകുന്ന മുന്നറിയിപ്പുകളെ ദുരുദ്ദേശപരമായി വ്യാഖ്യാനിച്ചും പർവ്വതീകരിച്ചും മതമൈത്രിയെയും ആരോഗ്യകരമായ സഹവർത്തിത്വത്തെയും ദുർബലപ്പെടുത്തുന്ന ശൈലികളെ കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഒറ്റക്കെട്ടായി നിരാകരിക്കുന്നു. സാമൂഹിക തിന്മകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് മറ്റു നിറങ്ങൾ ചാർത്തി യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ വിശദമായ പഠനങ്ങളും ഗൗരവമായ അന്വേഷണങ്ങളും നടത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ സഭകൾ തമ്മിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമങ്ങളെ കേരള കത്തോലിക്ക മെത്രാൻ സമിതി തള്ളിക്കളയുന്നു. മതാന്തര സംഭാഷണങ്ങളും മതസൗഹാർദ്ദവും കത്തോലിക്ക സഭയുടെ അടിസ്ഥാന ദർശനങ്ങളായ സത്യം, സ്നേഹം, നീതി എന്നിവയിൽ അധിഷ്ഠിതമാണ്. ഈ കാര്യത്തിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാട് തന്നെയാണ് കേരള കത്തോലിക്ക സഭയുടേത്. എക്കാലവും മതേതരത്വവും മതസൗഹാർദ്ദവും ഇവിടെ പുലരണമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനായി എക്കാലവും ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്യും. സാമൂഹിക തിന്മകൾക്കെതിരായ പോരാട്ടത്തിൽ ഇതര സമൂഹങ്ങളോടൊപ്പം തുടർന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും അറിയിക്കുന്നു. ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ സർവരെയും ആദരവോടെ കരുതുവാൻ എല്ലാവരും ശ്രമിക്കണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രസ്താവന അവസാനിക്കുന്നത്.